നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം പുതിയതായി അധികാരമേൽക്കുന്ന എൻഡിഎ സർക്കാരിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പിന്നാലെ തിങ്കളാഴ്ച ഡൽഹിയിൽ വൻ പ്രതിഷേധത്തിന് വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തു. അതേസമയം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് എൻഡിഎ രംഗത്ത് വന്നു. എസ്എഫ്ഐയും എൻഎസ്യുഐയും അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എൻഎസ്യുഐയും യൂത്ത് കോൺഗ്രസും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ വിനീത് തോമസ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി. വിവിധ ഹൈക്കോടതികളെയും വിദ്യാർത്ഥികൾ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലടക്കം നിയമ പോരാട്ടം നടത്തുവാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. അതേസമയം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് എൻഡിഎ രംഗത്ത് വന്നു. 44 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതോടെയാണ് മുഴുവൻ മാർക്കും ലഭിച്ചതെന്ന് എൻഡിഎ ചൂണ്ടിക്കാട്ടി. 6 സെന്ററുകളിലാണ് സമയക്രമത്തിന്റെ പരാതി ഉയർന്നതെന്നും ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാൻ പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചുവെന്നും എൻഡിഎ അറിയിച്ചു. 6 സെന്ററുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നൽകിയത് പരിശോധിക്കുമെന്നും എൻഡിഎ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.